Guys, നമ്മള് ദോശ ചുടാൻ പോവാണ് ഗൈസ്. നോക്ക്, ഫസ്റ്റ് നമ്മൾ തവി നിറച്ചെടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം പാനിലോട്ട്. എന്നിട്ട് അതേപോലെ തന്നെ ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം എൻ്റെ ദോശ കിട്ടാൻ പാത്രത്തിലോട്ടായിട്ടുണ്ട്. ഇനി അത് വേവട്ടെ. അപ്പം ആ വീട് മാറ്റി വെച്ചേക്കാം. അപ്പം ഇത് കുമ്മളൊക്കെ വരുമ്പോഴാണ് നമ്മൾ മറിച്ചിട്ട് എടുക്കേണ്ടത്. അപ്പം കുമ്മള വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയോ ഗൈസ്? ഞാനിങ്ങനെ സ്കൂളിൽ പോകാൻ വന്നപ്പോഴാണ് ദോശ ചെയ്യാൻ വരുന്നത്. അപ്പം കുമ്മളൊക്കെ ശകലം വന്നിട്ടുണ്ട്. അപ്പം നല്ലോണം കുമ്മള വന്നാലേ നമ്മളെ അടുത്ത് മറിച്ചിടാതെ ഞാൻ തെറ്റ് പറ്റിപ്പോയി. ഒരു ദിവസം ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ്. അതിൽ ഇങ്ങനെ ഹേള് വന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് ഇട്ട് വെച്ചു. അല്ലാണ്ട് നല്ലോണം കുമ്മള വന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് മറിച്ചിടാം. ചെറുതായിട്ടൊന്ന് മടങ്ങിയപ്പോൾ അതമ്മ ശരിയാക്കി തന്നു. ഇവിടെ ഒരു കുഞ്ഞു ദോശ ഉണ്ടാ പാമ്പിൻ്റെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നുണ്ട്. ഒരു ഉണ്ടാക്കുന്ന വെച്ചിന് ഈ പുട്ടപ്സിന് ആരാണ് കൊണ്ടിട്ട് വെന്ത് കഴിഞ്ഞതായി വടി പിടിച്ചിട്ടുണ്ട്. അത് പാതിന് പിടിച്ചിട്ടില്ല. ഇനി അടുത്തൊരു ദോശയും കൂടെ നമുക്കുണ്ടാക്കാം. ഈ കുഞ്ഞു സാധനത്തിൻ്റെയും കൂടെ നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ വെച്ച് കൊടുത്ത് ഒരു ലെയർ ഒഴിച്ചെടുത്ത് രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പം ഇന്ന് ഞാൻ ഇതും കൂടെ കഴിഞ്ഞ് ഒരു ദോശയും കൂടെ ഉണ്ടാക്കണം. അപ്പം അത് കഴിഞ്ഞ് എൻ്റെ നട്ടൊരു റവ അരച്ച് വീഴ്ചിട്ടുണ്ട് ഗൈസ്. അപ്പം അത് വെന്തിട്ടുണ്ട്. വെള്ളാനുള്ള വീഴ്ച ചെയ്യാൻ നോക്കും. കുമ്പളൊക്കെ ചെറുതായിട്ടൊന്ന് പൊരിച്ച് അപ്പം ഞാൻ എടുത്ത് മറിക്കാൻ പോവാണ്. ഇത് സക്സസ് ആയി. അപ്പം ഇനി ഇത് രണ്ടാമത്തെ ലെയറും കൂടെ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ദോശക്കാണ് എനിക്ക് കറക്റ്റ് ഇടാം. ഇനി അടുത്തൊരു ദോശയും കൂടെ ഇട്ടിട്ട് ഞാൻ പോയി കുടിച്ച് സുന്ദരമായി സ്കൂളിൽ പോകാം. ബൈ ബൈ. എല്ലാവരും എൻ്റെ ദോശ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.